കേരള രാഷ്ട്രീയത്തിൽ ദിവസങ്ങളായുള്ള ചർച്ച കേരള കോൺഗ്രസ് എം മുന്നണിയോടൊപ്പം തുടരുമോ അതെയോ മറുകണ്ഠം ചാടുമോ എന്നതായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിയ സാഹചര്യം നമുക്കറിയാം. LDFന്റെ യോഗത്തിൽ അടക്കം പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം LDFന്റെ ആഭിമുഖ്യത്തിൽ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാനത്തെ മന്ത്രിമാരും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നു. പക്ഷേ അവിടെയും നമുക്ക് ജോസ് കെ മാണിയെ കാണാൻ സാധിച്ചില്ല. തൊട്ടു പിന്നാലെ ജോസ് കെ മാണിയുടെ ഒരു FB പോസ്റ്റ് വരുന്നു. അതിൽ കേരള കോൺഗ്രസ് ഐക്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നതായിരുന്നു. അവിടെയും ഇടതുമുന്നണി എന്നൊരു പ്രയോഗം നമ്മൾ കണ്ടില്ല. പിന്നീട് ജോസ് കെ മാണി അത് തിരുത്തുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായത്. അതായത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നതല്ല, ഇടതുമുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നതാണ് ഉദ്ദേശിച്ചത് എന്നതായിരുന്നു പിന്നീടുണ്ടായ മറുപടി. എന്തായാലും അങ്ങനെ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിന് ഇടയിൽ ആയിരുന്നു ജോസ് കെ മാണി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും അങ്ങനെ മാധ്യമപ്രവർത്തകരോട് താൻ ഇടതുമുന്നണിയോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പാർട്ടി ചെയർമാൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുമ്പോഴും പാർട്ടിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട യോഗം നാളെ നടക്കാൻ പോകുന്നു എന്നത് നിർണായകമാകുന്നത്. അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആണ് നാളെ നടക്കാൻ പോകുന്നത്. 86 പ്രതിനിധികൾ ആണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നാളെ പങ്കെടുക്കുക എന്നതാണ് എടുത്തു പറയേണ്ടത്. പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻമാർ, ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, MLA മാർ, പോഷക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമാർ, ക്ഷണിക്കപ്പെട്ട മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് നാളെ നടക്കാൻ പോകുന്ന ഈ 86 പ്രതിനിധികളിൽ ഉൾപ്പെടുന്നത് എന്നതാണ്. രാവിലെ 11 മണിക്ക് ആണ് യോഗം ആരംഭിക്കുക. നാളെ 4 മണി വരെയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത്. ഇതിലെടുത്ത് പറയേണ്ടത് യഥാർത്ഥത്തിൽ നാളെ നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ത് എന്നതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനം ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം ആണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് നാളത്തെ യോഗം പ്രധാനപ്പെട്ടതായി മാറുന്നത്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് UDF ആയിരുന്നു. മാത്രവുമല്ല, ജോസ് കെ മാണിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ, പാലാ നഗരസഭയുടെ ഭരണം പോലും മാറിപ്പോയ പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെ പുളിക്കക്കണ്ടം ഫാമിലി ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വത്തിൽ എന്ന് പറയുമ്പോൾ UDFന് അനുകൂലമാകുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തവണ UDFന് മേൽക്കൈ നേടി എന്ന് മാത്രവുമല്ല, അതിൽ തന്നെ ഇടുക്കി, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കുക എന്ന ഒരു അജണ്ടയോടുകൂടിയാണ് UDF മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. ഇവിടെ മുന്നണി മാറ്റ ചർച്ചകൾ വരും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പാർട്ടി ചെയർമാൻ അനുവദിക്കുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്തരം വലിയ ചർച്ചകൾ ഉണ്ടാകുകയും അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം അല്ല നിലവിൽ ഉള്ളത്. പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിന് മുന്നണി മാറണം എന്ന ഒരു നിലപാടുണ്ട്, ആവശ്യമുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ സമ്മർദ്ദം ആണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സഭയുടെ സമ്മർദ്ദം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യോഗത്തിനകത്ത് തന്നെ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ട്. മുന്നണിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കും, എവിടെ ഭരണമുണ്ടോ അവിടെ തങ്ങളുണ്ടാകും എന്ന മറ്റൊരു സൂചന കൂടി നൽകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് മാറ്റി പറയേണ്ടതായി വരില്ല എന്ന് തന്നെയാണ് ജോസ് കെ മാണി ആവർത്തിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് നാളെ നടക്കാൻ പോകുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പ്രധാനപ്പെട്ടതായി മാറുന്നത്. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകളിൽ ഒരു വിഭാഗത്തിന് മുന്നണി വിടണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനുണ്ട്. ആ ആവശ്യത്തിനോട് പാർട്ടി ചെയർമാൻ അനുകൂലമാകുന്ന ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത് എങ്കിൽ ഈ എതിർ അഭിപ്രായം ഉള്ളവർ പാർട്ടിക്ക് പുറത്തു പോകുമോ എന്നതാണ് അറിയേണ്ടത്. അതിനപ്പുറത്ത് പാർട്ടി ചെയർമാൻ ഈ വിഭാഗത്തിനോട് അനുകൂലമാകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ മറുഭാഗത്ത് പാർട്ടിയെ പിളർത്തുവാനുള്ള ഒരു നീക്കം CPIMന്റെ ഭാഗത്ത് നിന്നുണ്ട്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ആ വിഭാഗത്തെ വരുന്ന തെരഞ്ഞെടുപ്പിലൊപ്പം നിർത്താം എന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ജോസ് കെ മാണി
മുതിർന്ന സാഹചര്യത്തിൽ തന്നെ കോട്ടയത്ത് നിന്നുള്ള മന്ത്രി കൂടിയായ VN വാസവൻ ജോസ് കെ മാണിയുമായി ടെലിഫോണിലടക്കം സംസാരിച്ചു എന്നും മുന്നണി മാറരുത്, അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട LDFന്റെ മേഖലാ ജാഥകൾ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ മേഖലാ ജാഥകളിൽ മധ്യ കേരളത്തിലെ ജാഥ നയിക്കുന്നത് ഇതേ ജോസ് കെ മാണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്ന യോഗം നിർണായകമായി മാറുന്നത് എന്നതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടത്, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുമ്പോൾ തന്നെ PJ ജോസഫ്, അതായത് ജോസ് കെ മാണി UDFിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇപ്പോൾ PJ ജോസഫ് വിഭാഗമാണ്. അതായത് ജോസ് കെ മാണി മുന്നണിയുടെ ഭാഗമായി വരികയാണെങ്കിൽ അവിടെ ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് സീറ്റുകളിൽ അടക്കം വിട്ടുവീഴ്ച വരുത്തേണ്ടതായി വരുന്നത് PJ ജോസഫ് വിഭാഗത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ PJ ജോസഫിൻ്റെ പാർട്ടിയുടെ ഒരു കൺവെൻഷൻ ഇതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ആ കൺവെൻഷൻ എന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള കൺവെൻഷൻ അല്ല, മറിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം വിജയിച്ചിട്ടുള്ള പാർട്ടി പ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഒപ്പം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുകൂടി നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും. ഈ ശക്തി പ്രകടനം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ പാർട്ടിയുടെ ഐക്യത്തെ ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മേളനങ്ങൾ, യോഗങ്ങൾ, കൺവെൻഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൺവെൻഷനും പ്രധാനപ്പെട്ടതായി മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിലവിൽ PJ ജോസഫ് കടുത്ത എതിർപ്പ് പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിക്ക് എതിരായ പരാമർശങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവരെ എന്തിനാണ് UDFിലേക്ക് ക്ഷണിക്കുന്നത്? അതിൻ്റെ ആവശ്യകതയില്ല എന്ന് ജോസഫ് വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കളടക്കം അതിനെ അതിരൂക്ഷമായി എതിർക്കുന്ന സാഹചര്യമുണ്ട്. സീറ്റുകൾ ഉൾപ്പെടെ വിട്ടു നൽകില്ല എന്ന് അപ്പു ജോൺ ജോസഫ് ആയിരുന്നു ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. അപ്പുവിൻ്റെ ആ പ്രതികരണത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞ സാഹചര്യം പരസ്യമായി തന്നെ രംഗത്ത് വന്ന കുട്ടനാട് സീറ്റിൽ വേണമെങ്കിൽ പാർട്ടി തന്നെ മത്സരിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അത് പരസ്യമായി തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയത് എന്നതും ഓർക്കേണ്ടതാണ്. അനിൽ ബോസ് അത്തരത്തിലൊരു പ്രതികരണം ന്യൂസ് 18നോട് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ ഒളിയമ്പുകൾ ഉണ്ടാകുമോ? ജോസ് കെ മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണങ്ങളാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? അത്തരത്തിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ നാളെ നടക്കുന്നു. അതിൽ ഒന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ യോഗം ആണ്, മറ്റൊന്ന് PJ ജോസഫ് വിഭാഗത്തിൻ്റെ കൺവെൻഷൻ ആണ്. ഈ 2 യോഗങ്ങളിലും പ്രതികരണങ്ങൾ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.